ഇന്ന് വാലന്റൈൻസ് ദിനമാണ്, നിങ്ങൾക്കറിയാം. സമൂഹ മാധ്യമങ്ങളിൽ പ്രണയഗാനം പാടി തരംഗമായ ഒരു 80-കാരനുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഇത് ഐറ്റം വരെ എന്ന കോമഡി ഷോയിൽ അദ്ദേഹം പങ്കെടുത്തു. പഴയ പ്രണയത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ ഇന്നും താലോലിക്കുന്ന ഡൊമിനിക് അപ്പച്ചൻ്റെ ആ പ്രണയഗാനവും ആ പ്രണയ സല്ലാപവും ഒക്കെ ഈ പ്രണയദിനത്തിൽ ഓർമ്മിക്കാൻ ഒരു സുഖമുണ്ട്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഇപ്പോഴും ആ പ്രണയനദി ഒഴുകുന്നുണ്ട് ഡൊമിനിക് അപ്പച്ചന്റെ മനസ്സിൽ. വാർദ്ധക്യത്തിന്റെ അവശതകൾ നേരിടുമ്പോഴും പഴയ പ്രണയത്തിന്റെ ഓർമ്മകളുടെ യൗവനമുണ്ട് ഡൊമിനിക് അപ്പച്ചന്റെ മനസ്സിൽ. ഫ്ലവേഴ്സിൽ ഇത് ഐറ്റം വേറെയിൽ അതിഥിയായി എത്തിയ ഡൊമിനിക് അപ്പച്ചൻ പ്രേക്ഷകരെ കയ്യിലെടുത്തു. അപ്പച്ചന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഉണ്ടായിരുന്നു. അത് പറ. അത് വീടിനടുത്ത് തന്നെയുള്ള കുട്ടിയാ. വീടിനടുത്തുള്ള ഒരു കുട്ടിയായിരുന്നു. പേര് ഓർമ്മയുണ്ടോ? പേര് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്, പറയാൻ പോകില്ല. പേര് നമ്മൾ പറയാം. അന്ന് മറ്റേ പ്രണയലേഖനം എഴുതി കൊടുക്കണോ അല്ലെങ്കിൽ നേരിട്ട് പറയണോ? എഴുതി കൊടുത്തില്ല, നേരിട്ട് പറയേ. പ്രണയഗാനങ്ങൾ പാടുമ്പോൾ കേൾവിക്കാരെ യൗവനകാലത്തിന്റെ തരളിതമായ ഓർമ്മകളിലേക്ക് അടുപ്പിക്കും ഡൊമിനിക് അപ്പച്ചൻ. വയലാറും ദേവരാജൻ മാസ്റ്ററും യേശുദാസും ഒന്നിച്ച സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന ഗാനം ഡൊമിനിക് അപ്പച്ചൻ പാടുമ്പോൾ അതിൽ ഓർമ്മകളുടെ മിന്നലാട്ടം കാണാം. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗൽഗതമായി മനസ്സിലലിയുന്ന ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. ജീവിത നൊമ്പരങ്ങൾ മറക്കാൻ ഡൊമിനിക് അപ്പച്ചൻ പ്രണയഗാനങ്ങളിലാണ് ആശ്വാസവും അഭയവും കണ്ടെത്തുന്നത്. മനസ്സിലെ മുറിവുണക്കാൻ സംഗീതത്തിനാകുമെന്ന് ആർക്കാണ് അറിയാത്തത്? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളപക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാനിടക്കാറ്റിൻ വിശറിയുണ്ടോ. ന്യൂസ് ഡെസ്ക് 24. ഡൊമിനിക് അപ്പച്ചൻ്റെ മുഖത്ത് വളരെ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ പ്രണയത്തിൻ്റെ കിനാവുകൾ ഇപ്പോഴും ആ കണ്ണുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയോ?